Hi dears, welcome to another session of I+ Training Solutions. ഇന്ന് റിസർച്ച് ഓഫീസറിൽ നിന്ന് എക്കണോമിക്സ് പാർട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. So let's begin today's session. So first question is, which of the following are not true about the recommendation made by the 15th Finance Commission? So 15th Finance Commissionന്റെ recommendation അല്ലാത്തത് ട്രൂ റെക്കമെൻഡേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 is true. സോ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? Share of the states in the shareable amount of taxes is increased from 41 to 45%. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. കാരണം എന്താണ്? ഡിവിസിബിൾ പൂൾ ഓഫ് സെൻട്രൽ ടാക്സസ് ടു സ്റ്റേറ്റ് എന്ന് പറയുന്നത് 41% ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം 41% ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 41 to 45% ഇടയിലല്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിനാൻസ് കമ്മീഷൻ എടുത്ത് നോക്കുമ്പോൾ 42% ആയിരുന്നു. സോ അതിൽ നിന്ന് 1% ഡിക്രീസ് ഉണ്ട് 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ എടുത്ത് നോക്കുമ്പോൾ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, all the states must constitute a SFC on or before March 2024. This statement is true. കാരണം 15th ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻസ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ലോക്കൽ ബോഡീസിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് എല്ലാ സ്റ്റേറ്റും ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാൻസ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. അടുത്ത statement ആണ്, the professional tax levied by the local government may be kept unchanged for next 5 years. So അടുത്ത 5 വർഷത്തേക്ക് പ്രൊഫഷണൽ ടാക്സ് അൺചേഞ്ച്ഡ് ആക്കി വെച്ചിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇത് ഫോൾസ് ആണ്. കാരണം 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൊഫഷണൽ ടാക്സിന്റെ മാക്സിമം ലിമിറ്റ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് 2500 rupeesൽ നിന്ന് പെർ ആനം 18,000 ആക്കിയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, സൈസ് ഓഫ് ദ ഗ്രാന്റ് ടു ലോക്കൽ ഗവൺമെന്റ് ക്യാൻ ബി 20% ഓഫ് ദ സ്റ്റേറ്റ്സ് ഷെയർ. ഇതും ഫോൾസ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണ്. കാരണം എന്താണ്? സ്റ്റേറ്റിന്റെ ഒരു ഷെയർ വെച്ചിട്ടല്ല, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസിന്റെ ബേസിസിലല്ല ഇത് ഫിക്സ് ചെയ്യുന്നത്, ഗ്രാന്റിന്റെ സൈസ് ഫിക്സ് ചെയ്യുന്നത്. നേരെ മറിച്ച് എന്തിന്റെ ബേസിസിലാണ്? ലോക്കൽ ബോഡീസുമായി റിലേറ്റ് ചെയ്ത ഒരു സ്പെസിഫിക് കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ട് ഗ്രാന്റിന്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആയിട്ടുള്ളത്. സോ ഐ ഹോപ്പ് 15th ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്? 4 നാഷണൽ ഇൻകം ഐഡന്റിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ സി ആണ്. അതായത് NDPFC എന്ന് പറയുന്നത് ഇവിടെ റോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി NNPFC, ഇറ്റ് ഇസ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, net domestic product at market price, GDP gross domestic product at market price. ഇത് മൂന്നും കറക്റ്റ് ആണ്. സോ NDPFCന്റെ കറക്റ്റ് ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് NDP-MP മൈനസ് ഇൻഡയറക്ട് ടാക്സസ് പ്ലസ് സബ്സിഡീസ്. ഓർ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? NDPFC is equal to GDP-MP minus depreciation minus indirect taxes plus subsidies എന്ന് എഴുതാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ഫോളോയിങ് റിലേറ്റഡ് ടു പോവർട്ടി എസ്റ്റിമേഷൻ ഇൻ ഇന്ത്യ. ഒരു കോളത്തില് പോവർട്ടി എസ്റ്റിമേഷൻ കമ്മിറ്റീസും മറ്റൊരു കോളത്തില് പോവർട്ടി എസ്റ്റിമേഷൻ കമ്മിറ്റീസ് സെറ്റ് ചെയ്തിരിക്കുന്ന ക്രൈറ്റീരിയാസ്, പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പോവർട്ടി ലൈൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഏതൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്തത് എന്നാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. സോ ലെറ്റ്സ് മാച്ച് ഇറ്റ് കറക്റ്റ്ലി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഞാൻ ഓരോന്നും പറഞ്ഞു തരാം. സോ 1962 വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ പോവർട്ടി ഫോക്കസ് കൊടുത്തത് മിനിമം റിക്വയർമെന്റ് ഫോർ എ ഹെൽത്തി ലിവിങ്ങിനാണ്. അതായത് ഹെൽത്തി ലിവിങ്ങിനായിട്ടുള്ള ഒരു മിനിമം റിക്വയർമെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ പോവർട്ടി എന്താണ്
എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് 20 രൂപ റൂറൽ ഏരിയാസിലാണെങ്കിൽ പോവർട്ടി ലൈന് 20 രൂപയും urban ഏരിയാസിനാണെങ്കിൽ 25 രൂപയുമാണ് പെർ ക്യാപിറ്റ പെർ മന്ത് പോവർട്ടി ലൈന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് മനസ്സിലാക്കണം. നമ്മൾ ഇത്ര കുറവ് എമൗണ്ട് ആണ് പെർ ക്യാപിറ്റ പെർ മന്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1962 വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ പോവർട്ടി ആണ്. അതുകൊണ്ട് തന്നെ 1960-61 സാധനത്തിന്റെ പ്രൈസസ് അനുസരിച്ചാണ് ഈ ഒരു പോവർട്ടി ലൈന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് ഡണ്ടേക്കർ ആൻഡ് റാത്ത് കമ്മിറ്റി. ഫോക്കസ് കൊടുത്തത് കാലറി നോംസിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു കമ്മിറ്റി പ്രകാരം പോവർട്ടി ലൈൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഇസ് defined or set by an expenditure level that provide 2250 calories per day in both rural and urban area. Both rural areasilum urban areasilum 2250 calorie per day intake ചെയ്യുന്ന രീതിയിലായിരിക്കണം എക്സ്പെൻഡിച്ചർ ലെവൽ എന്നാണ് ഈ ഒരു കമ്മിറ്റി സെറ്റ് ചെയ്തത്. അടുത്തതാണ് the Tendulkar Committee gave focus for mixed reference period. 2009 ടെൻഡുൽക്കർ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. സോ മിക്സഡ് റെഫറൻസ് പീരിയഡ് ആണ് ഫോക്കസ് കൊടുത്തത്. എന്താണ് മിക്സഡ് റെഫറൻസ് പീരിയഡ് എന്ന് പറയുന്നത്? മിക്സഡ് റെഫറൻസ് പീരിയഡ് എന്ന് പറയുന്ന ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആണ്. നാഷണൽ സാമ്പിൾ സർവേ, കൺസംഷൻ സർവേസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആണ്. ഈ ഒരു മെത്തേഡിൽ എന്താണ് പറയുന്നത്? വാട്ട് ഡസ് ഇറ്റ് റെഫർ ടു? ഇറ്റ് റെഫർ ടു ഹൗ ലോങ് എ റെസ്പോണ്ടന്റ് ടേക്ക് to recall their spending on different items. Different items ന്റെ മുകളിൽ അവർ എത്രത്തോളം സമയം എടുക്കുന്നുണ്ട് അവർ സ്പെൻഡ് ചെയ്തതിന്റെ കണക്ക് കിട്ടാനായിട്ട് എന്നുള്ളതാണ്. അതായത് യൂണിഫോം റെഫറൻസ് പീരിയഡ് മെത്തേഡ് മിക്സഡ് റെഫറൻസ് പീരിയഡിന്റെ അണ്ടറിൽ വരുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് പ്രകാരം ആളുകള് അവര് സ്പെൻഡ് ചെയ്ത ഐറ്റംസിന്റെ സ്പെൻഡിങ് എത്രയാണോ എന്ന് ഒരു ലാസ്റ്റ് 30 ഡേയ്സിന്റെ അവരോട് ചോദിക്കുന്നതാണ്. സോ പീപ്പിൾ ബൈ ആസ്ക്ഡ് ടു റീകോൾ സ്പെൻഡിങ് ഓൺ ഓൾ ഐറ്റംസ് ലൈക്ക് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് എക്സെട്ര ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ ലാസ്റ്റ് 30 ഡേയ്സ്. അതിനാണ് നമ്മൾ യൂണിഫോം റെഫറൻസ് പീരിയഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് രംഗരാജൻ കമ്മിറ്റി എന്ന് പറയുന്നത്. രംഗരാജൻ കമ്മിറ്റി ഫോം ചെയ്തത് 2012 ആൻഡ് ഒരു ന്യൂ മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ആണ് രംഗരാജൻ കമ്മിറ്റി സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് ആ ഒരു പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്? ₹972. റൂറൽ ഏരിയാസിലാണെങ്കിൽ ഇറ്റ് ഇസ് ₹972. urban ഏരിയാസ് ആണെങ്കിൽ ₹1407 ആണ് ന്യൂ മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ രംഗരാജൻ കമ്മിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നമ്മൾ ഡിഫറെന്റ് പോവർട്ടി എസ്റ്റിമേഷൻ കമ്മിറ്റീസും അവര് പോവർട്ടി ലൈൻ സെറ്റ് ചെയ്യാൻ കൊടുത്ത ഫോക്കസ് ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Among the following, which is not one of the 4 pillars of the policy framework for Navakerala? Navakerala അല്ലെങ്കിൽ ന്യൂ കേരള എന്ന് പറഞ്ഞ മിഷൻ ഫ്രെയിംവർക്കിന്റെ പോളിസി ഫ്രെയിംവർക്കിന്റെ 4 പില്ലറിൽ ഒരു പില്ലർ ഇവിടെ റോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഇസ് ഹരിത ഭവനം ഗ്രീൻ ഹൗസ് പ്രോജക്ട്. സോ ഓൾ ദ അതർ 3 ആർ pillars of framework for Navakerala. നമുക്ക് നോക്കാം. നവകേരള എന്ന് പറയുന്നത് എന്താണ്? നവകേരള പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റിന്റെ ഒരു വിഷൻ ആണ്. അതായത് കേരള ഇക്കോണമി വാസ് ബാഡ്ലി ഇഫക്റ്റഡ് ആഫ്റ്റർ ദ 2018 കേരള ഫ്ലഡ് അല്ലെ. സോ ആ ഒരു ഫ്ലഡിൽ നിന്ന് കേരള ഇക്കോണമീനെ ബെറ്റർ ആയിട്ട് ബിൽഡ് ബാക്ക് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു മിഷനാണ് നവകേരള പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സോ 4 മേജർ പില്ലേഴ്സ് ആണ് ഈ ഒരു പോളിസി ഫ്രെയിംവർക്കിനുള്ളത്. അതിന്റെ ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതായത് റിവേഴ്സ് മാനേജ് ചെയ്യാനും വാട്ടർഷെഡ്സും അതേപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറും ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഫ്ലഡ് പ്രിവെന്റ് ചെയ്യാനുള്ളൊരു എയിമാണ് ഈ ഒരു പില്ലറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പില്ലർ ഇസ് എക്കോ സെൻസിറ്റീവ് ആൻഡ് റിസ്ക് ഇൻഫോംഡ് ലാൻഡ് യൂസ് ആൻഡ് സെറ്റിൽമെന്റ്സ് അപ്രോച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് യൂസിന് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി രീതി കൊണ്ടുവരാം. ഓക്കെ, ലാൻഡ് യൂസ് ചെയ്യുമ്പോൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മെത്തേഡ്സ് കൊണ്ടുവരാം, സേഫ് ആയിട്ടുള്ള മെത്തേഡ്സ് കൊണ്ടുവരാം എന്നാണ്. ഓൾസോ urban പ്ലാനിങ്ങിലും സേഫ് urban planning and environmental friendly urban planning approaches കൊണ്ടുവരാനാണ് ഈ ഒരു പില്ലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
മാക്സിമം ഡിസാസ്റ്റർ റിസ്ക് കുറച്ചുകൊണ്ട് ലാൻഡ് യൂസ് ചെയ്യുക, urban പ്ലാനിങ് ചെയ്യുക എന്നൊരു എയിമാണ്. അടുത്ത ഒരു പില്ലറാണ് പ്രൊമോട്ടിംഗ് നോളജ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി. അതായത് സയൻസിനും ഡാറ്റയ്ക്കും ഒക്കെ ഫോക്കസ് കൊടുത്തുകൊണ്ട് ടെക്നോളജി ബേസ്ഡ് സൊല്യൂഷൻസ് കൊണ്ടുവന്ന് ക്ലൈമറ്റിന് റെസിലിയൻസ് ചെയ്യുക, അതുപോലെ തന്നെ ഗുഡ് ഗവേണൻസ് കൊണ്ടുവരാം, സസ്റ്റൈനബിൾ ഗ്രോത്ത് കൊണ്ടുവരാം എന്നൊരു എയിമാണ്. അടുത്തതാണ് ഇൻക്ലൂസീവ് ആൻഡ് പീപ്പിൾ സെന്റേർഡ് ഡെവലപ്മെന്റ്. അതായത് സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനിലെ ആളുകളെയും പാർട്ടിസിപ്പേഷൻ എൻഷോർ ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റിൽ കേരള സ്റ്റേറ്റിനെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ എൻഷോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പില്ലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the inflation target of the central government of India in consultation with RBI for year April 1, 2021 to March 31, 2026 is set at. അപ്പോൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 4% ആണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ആയിട്ട് April 1, 2021 to March 31, 2026 എന്ന കാലയളവിൽ സെറ്റ് ചെയ്തത്. സോ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിന് 4% ആണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്തത്. അപ്പർ ടോളറൻസ് ലെവൽ 6ഉം ലോവർ ടോളറൻസ് ലെവൽ 2%ഉമാണ്. നമുക്കൊന്ന് നോക്കാം. അതായത് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫ്രെയിംവർക്ക് പ്രകാരം സെൻട്രൽ ഇൻഫ്ലേഷൻ ടാർഗറ്റ് 4% ആണ്. ടോളറൻസ് ബാൻഡ് +or-2 ആണ്. സോ ഈ ടോളറൻസ് ബാൻഡ് +or-2 എന്ന് പറയുമ്പോൾ സെൻട്രൽ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ആയ 4%ൽ നിന്ന് -2, ഈ ടോളറൻസ് ബാൻഡ് -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2% കിട്ടും. അതാണ് ലോവർ ടോളറൻസ് ലെവൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ 4% സെൻട്രൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിൽ നിന്ന് +2 ചെയ്ത് കഴിഞ്ഞാൽ 4 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും അല്ലെ? 4 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. ആ 6 ആണ് അപ്പർ ടോളറൻസ് ലെവൽ എന്ന് പറയുന്നത്. സോ ഇൻഫ്ലേഷൻ ലെവൽ 2 to 6% ഉള്ളിൽ വേരി ചെയ്യാം. ഓക്കെ, എന്നാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻഫ്ലേഷൻ ലെവൽ ഈ 2%-നേക്കാളും താഴെ പോവുകയാണെങ്കിൽ RBI ഈസി മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യും. അതുപോലെ ഇൻഫ്ലേഷൻ ലെവൽ 6%-നേക്കാളും കൂടുതൽ പോവുകയാണെങ്കിൽ RBI ടൈറ്റ് മോണിറ്ററി പോളിസി ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് number of public sector units under the Department of Industries and Commerce Government of Kerala for the year 2019-20 are. So answer വരുന്നത് ഓപ്ഷൻ സി 42 ആണ്. So Department of Industry and Commerce Government of Kerala for the year 2019-20 പ്രകാരം പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എത്രയാണ്? 42 ആണ്. അതിന്റെ ലേറ്റസ്റ്റ് ഡാറ്റ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ്സ് റിവ്യൂ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ഇൻ കേരള 2023-24 പ്രകാരം 52 പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആണ് ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അക്കോർഡിംഗ് ടു ദ എക്കണോമിക് സർവേ ഓഫ് 2020-21 ഹയസ്റ്റ് റൈസ് ആൻഡ് വീറ്റ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇന്ത്യയിൽ ഏതാണ് എന്നാണ് ചോദ്യം. സോ ആൻസർ ആയിട്ട് വരുന്നത് വെസ്റ്റ് ബംഗാൾ ആൻഡ് UP ആണ്. ഇനി അതിന്റെ ലേറ്റസ്റ്റ് ഡാറ്റ, ഇത് 2020-21 എക്കണോമിക് സർവേ പ്രകാരമാണ്. ലേറ്റസ്റ്റ് ഡാറ്റ, അഗ്രികൾച്ചർ ഡാറ്റ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2024-25 പീരിയഡിന് വെസ്റ്റ് ബംഗാൾ തന്നെയാണ് ലാർജസ്റ്റ് റൈസ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഓൾസോ UP ആണ് ലാർജസ്റ്റ് വീറ്റ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ, ഏതൊക്കെയാണ് ഫാൾസ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആൻസർ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 ഫാൾസ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. നമുക്കൊന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? GDPന്റെ ഒരു പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, GDPന്റെ പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്തിന്റെയും എഡ്യൂക്കേഷന്റെയും എക്സ്പെൻഡിച്ചർ 2015 തൊട്ട് കൂടുന്നു എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് ഫാൾസ് ആണ്. എന്തുകൊണ്ടാണ്? ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP കൂടുന്നുണ്ട്. ഓക്കെ, 1.13%-ൽ നിന്ന് 1.84 ആയിട്ട് കൂടിയിട്ടുണ്ട്.
ഇൻക്രീസിങ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എഡ്യൂക്കേഷൻ എടുത്ത് നോക്കുമ്പം പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ സ്റ്റാഗ്നേറ്റ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു the total expenditure as percentage of GDP on health and education has remained less than 8% since 2015. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ GDP-ന്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് ഹെൽത്തിന്റെയും എഡ്യൂക്കേഷന്റെയും ടോട്ടൽ എക്സ്പെൻഡിച്ചർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 8%-നെക്കാളും കുറവായിട്ടാണ് നിൽക്കുന്നത് 2015 മുതൽ എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഈ ഒരു ട്രെൻഡ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. സോ ഇത്രയുമാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ. എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു റെസ്പോണ്ട് ഇൻ ദി comment box. So thank you dears and happy learning.